കയ്യിലിരിപ്പ് ഒന്നുകൊണ്ട് മാത്രം ട്രോളുകൾ ഏറ്റുവാങ്ങിയവർ വൈറലാവാൻ എന്ന വ്യാജേന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. എന്നാൽ അത് ഇമാതിരി ഒരു പണിയാവുമെന്ന് പാവം കരുതി കാണില്ല. ഇത് ഞാൻ 5 പൈസ കൊടുത്ത് വാങ്ങിയത്, അഡ്വാൻസ് വാങ്ങിയ സാധനങ്ങളാണ്. അത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. പിന്നെ അല്ല അത് ശരിക്കും എം ഡി എം എന്നല്ല, അതായത് കല്ലുപ്പായിരുന്നു. അത് ഒരു റീച്ചിന് വേണ്ടി ചെയ്താണ്. പക്ഷെ ഇത്ര റീച്ച് ആവുമെന്ന് വിചാരിച്ചില്ല. ഈ അടുത്ത് ഒരു കാര്യവുമില്ലാതെ ട്രോളുകൾ ഏറ്റുവാങ്ങിയവർ ഒരു ചെറിയ പ്രൊമോഷൻ വീഡിയോ ഇതുപോലൊരു പണിയാവുമെന്ന് കരുതി കാണില്ല. പ്രൊമോഷൻ ചെയ്ത സാഹചര്യം പ്രതികൂലമായി ബാധിച്ചു. പിന്നീട് ട്രോളുകളുടെ പെരുമഴ. 2 ദിവസം മുന്നേ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ടിപ്പോൾ ഞാൻ തറവാട്ടിലാണ്. അപ്പോൾ പലയും കാര്യങ്ങൾക്കായിട്ട് എനിക്ക് കുറച്ച് ദിവസത്തെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങളെല്ലാം കാര്യത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പെൺമക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ അല്ലെങ്കിൽ നെൽപ്പാലിരിക്കാന്ന് പറയും. ഈ പ്രാവശ്യം എല്ലാവർക്കും ഓരോ തിരക്കുകളായതുകൊണ്ട് ഞാനായിട്ട് ഇരുന്നത്. എനിക്ക് ഞാൻ ഒരു 10 ദിവസത്തേക്ക് ഇവിടെ എഴുന്നേക്കാൻ പറ്റില്ല, മേക്കപ്പ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിപ്പ് ഫുള്ള് പൊട്ടി ഡ്രൈ ആയിരിക്കും ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആയിട്ട് എനിക്ക് ലിപ് ബാം മേടിച്ചു കൊടുന്നു കേട്ടോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വേറെ പ്രത്യേകത കൊച്ചി, ചെന്നൈ, ബാംഗ്ലൂരിലെല്ലാം ഒരു 3 അവറിന്റെ ഉള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും കേട്ടോ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി പർച്ചേസ് ചെയ്തോ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്?